കടലിൽ നിന്ന് വേലിയേറ്റത്തിന് കയറിയ വെള്ളങ്ങളാണ്. അത് ഇപ്പോൾ അങ്ങനെ ഒരു കയറ്റമില്ല. ആ വെള്ളം കയറിയ ഉടനെ ഞങ്ങളുടെ ചെമ്മീൻ നശിച്ചു പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമരത്തെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഇവിടെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. സഹിച്ചറിയ സാറിന്റെ ശ്രദ്ധയിലേക്ക് പറയാം, സാർ എന്തെങ്കിലും ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടോ? ഈ ഭാഗത്ത് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇവിടുത്തെ വിഷയം പഠിച്ചിട്ടുണ്ടോ സാറ് കുറെ ഉദ്യോഗസ്ഥർ എഴുതി തരുന്നത് മാത്രം വായിച്ചിട്ട് ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ സാറേ, എങ്കിൽ സാറിനെ അവർ പറ്റിക്കുകയാണ്. സാറിനെ പറ്റിച്ചിട്ട് ഈ ഗവൺമെന്റിനെ മോശമാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. മോശം പരാമർശങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പിൻവലിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രകോപിതരാക്കാതെ ഇതിന് കൃത്യമായ ഒരു പരിഹാരം കാണാനുള്ള ശ്രമമാണ് സാറിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതെന്നാണ് എനിക്ക് പറയാം. സമരമുഖത്തുനിന്ന് ഒരുപാട് അവകാശങ്ങൾക്ക് വേണ്ടി നേടി ഒരുപാട് കേസുകൾ ഞങ്ങളുടെ പേരിലുണ്ട്. സാറെടുത്ത് ഒരു 50 കേസ് ഇവിടെ ഇടുമായിരിക്കും. ഇട്ടോ, ഞങ്ങൾ വരാൻ തയ്യാറാണെന്നേ. ഞങ്ങൾ ഒരിക്കലും ഒരുത്തന്നെ കൊല്ലുവാനോ കൊള്ള നടത്തിയിട്ടോ അല്ലല്ലോ നിങ്ങൾ കേസെടുക്കുന്നത്. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അത് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. അവരൊരു ചെമ്മീൻ കൃഷി ചെയ്യുന്നവർ 4 പേര് 5 പേരുണ്ട്. ഞങ്ങളൊരു വള്ളത്തിലുള്ളവർ എത്ര പേരുള്ള 40 പേര് 50 പേര്. ഞങ്ങൾ 40 പേര് ജോലി ചെയ്യുകയാണെങ്കിൽ ബേക്കിൽ പുറത്ത് നിന്നിട്ടുണ്ട്, തൊഴിലാളികൾ വേറെ ഉണ്ട്. നമസ്കാരം. മുതലപ്പുഴയിൽ 12 ദിവസത്തോളമായിട്ട് ജോലിക്ക് ഇറങ്ങാനാവാത്ത സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ കാരണം ഒരുപാട് ആളുകളുടെ കുടുംബത്തിന്റെയൊക്കെ ജീവിതമാണ് വഴിമുട്ടി നിൽക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചേട്ടാ, ഇതിൽ പ്രധാനമായിട്ടും ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അഴൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏകദേശം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. മുതലപ്പുഴയിൽ പുഴ ഉണ്ടായതിന്റെ ഭാഗമായിട്ടെന്ന് പറയുന്നു. അതിൽ എന്താണ് പറയാനുള്ളത്? അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇവിടെ കുറച്ച് ചെമ്മീൻ കൃഷിക്കാരുണ്ട്. ഈ ചെമ്മീൻ കൃഷിക്കാരെന്ന് പറയുന്നത് ഇവര് ലോൺ എടുത്തിരിക്കുന്നത് മത്സ്യഫെഡിൽ നിന്നാണ്. മത്സ്യഫെഡിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇതിന് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡിയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇവര് ചെയ്തതാണ്. ഇവരെ കയ്യിൽ നിന്ന് ഒന്നുമല്ല മുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിനെ എഴുതിത്തള്ളാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല വിഷയം. ഇപ്പൊ ഇവർ പറയുന്നത് അഴൂർ ഭാഗത്ത് വെള്ളം കയറുന്നു. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഈ ഇത്രയും സമരങ്ങൾ നടന്നതിന് ശേഷം എത്ര ദിവസം അവിടെ മഴ പെയ്തിട്ടുണ്ട്. ഈ മഴയില്ല എന്താ ഇവര് കുടത്തിൽ കോരി ഒഴിച്ചാണ് അവിടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്? അല്ല. ഈ വെള്ളം എന്ന് പറയുന്നത് ആ സമരത്തിന് മുമ്പ് പുഴി മൂടിയ സമയത്ത് കടലിൽ നിന്ന് വേലിയേറ്റത്തിന് കയറിയ വെള്ളങ്ങളാണ്. അത് ഇപ്പോ അങ്ങനെ ഒരു കയറ്റമില്ല. ആ വെള്ളം കയറിയ ഉടനെ ഞങ്ങളുടെ ചെമ്മീൻ നശിച്ചു പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമരത്തെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ മഴക്കാലം വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്കുള്ള വെള്ളമൊന്നും അല്ല. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഒരു 4 ആഴ്ചയൊക്കെ ശക്തമായ മഴ പെയ്താൽ മാത്രമേ ഈ പൊഴി മുറിക്കുവാനുള്ള വെള്ളം വരത്തുള്ളൂ. ഇവർ ഈ പറയുന്ന ഇപ്പൊ തട്ടിവിട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനകത്ത് ആ പൊഴി തിരിച്ച് മൂടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ചില മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഇവിടെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ, താഴ്ന്ന സ്ഥലങ്ങളുണ്ട്, അതില്ലെന്നല്ല പറയുന്നത്, താഴ്ന്ന സ്ഥലങ്ങളിൽ ഈ വേലിയേറ്റത്തിന് അങ്ങ് കയറിയ വെള്ളം അത് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ പറയുകയല്ലേ, ഇത് ആരെ കുറ്റമാണോ? ഞങ്ങളെ കുറ്റമാണോ? മത്സ്യത്തൊഴിലാളികളുടെ കുറ്റമാണോ? നിങ്ങൾ സമരം നടത്തി ഇത്ര 1 മാസം ആവുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല? ഇതുവരെയും സ്വീകരിച്ചില്ല, ഇന്നലെ വരെയും സ്വീകരിച്ചില്ല. ഇന്ന് വരെ നിങ്ങൾ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? അന്നുണ്ടായിരുന്ന ഒരു JCB 2 JCBയും ഒരു പ്രവർത്തിക്കാത്ത ട്രെജറും കൊണ്ടിട്ടല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എന്ത് നടപടിയാണ് ഇത്ര സമരങ്ങൾ നടത്തിയിട്ട് ചെയ്തിട്ടുള്ളത്? ഇല്ല. എന്നിട്ട് മത്സ്യത്തൊഴിലാളികളെ കുറ്റം പറയരുത്. ഇത് വ്യാജ പ്രചരണമാണ്. ഒരിക്കലും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ പ്രളയ സമയത്ത് ആരായിരുന്നു? ഇവരാണോ പോയി ആൾക്കാരെയൊക്കെ രക്ഷിച്ചത്? ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഞങ്ങളെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ അവരെ രക്ഷിക്കുന്നുണ്ടാവും. ഇവിടെ ഈ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം. ആരെയും ദ്രോഹിക്കാനുള്ള ഒരു താല്പര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് തൊഴിലിന് പോകുക എന്നുള്ളതാണ്. ഇവർക്ക് ഒരുക്കാൻ പറ്റത്തില്ലേ? കോടിക്കണക്കിന് രൂപ അനാവശ്യമായിട്ടൊക്കെ ചിലവായി കളയുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വേദന കാണില്ല? അത് മാത്രമല്ല, മറ്റു കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ ഈ ആനകളിൽ നിന്ന് വർഷാവർഷം ഓരോ വർഷത്തിൽ 25,000 30,000 രൂപ രജിസ്ട്രേഷൻ ഒക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ. കോടികളല്ലേ നിങ്ങൾ വാങ്ങിച്ചെടുക്കുന്നത്. നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്താണ്? അത് മാത്രമല്ല, ഈ ലാൻഡിംഗ് സെന്റർ, പെരുമാതുറ താഴമ്പള്ളി ലാൻഡിംഗ് സെന്ററിൽ നിന്ന് ഓരോ വർഷത്തിൽ 2 കോടിയിൽ പരം രൂപ നിങ്ങൾ ടോളായിട്ട് പിരിച്ചെടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് നടപടി ഇതുവരെ സ്വീകരിച്ചില്ല? അപ്പൊ ഇത് ക്യാഷ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തുന്നില്ല. നിങ്ങൾ വലിയ ആർഭാടങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഒരു വിഷയമില്ലല്ലോ. ഞങ്ങൾ ഒന്ന് മാത്രമേ പറയുന്നത്, ഞങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കുക, ആ മണൽ മാറ്റുക, ഇത്രേ പറയുന്നുള്ളൂ. അതിനെ മത്സ്യത്തൊഴിലാളികൾ കലാപകാരികളെന്നും മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇന്ന് വരെയും ഒരു മന്ത്രി പോലും
ഈ പറയുന്ന സഹിച്ചറിയ സാറിന്റെ ശ്രദ്ധയിലേക്ക് പറയാം, സാർ എന്തെങ്കിലും ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടോ? ഈ ഭാഗത്ത് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇവിടുത്തെ വിഷയം പഠിച്ചിട്ടുണ്ടോ സാറ് കുറെ ഉദ്യോഗസ്ഥർ എഴുതി തരുന്നത് മാത്രം വായിച്ചിട്ട് ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ സാറേ, എങ്കിൽ സാറിനെ അവർ പറ്റിക്കുകയാണ്. സാറിനെ പറ്റിച്ചിട്ട് ഈ ഗവൺമെന്റിനെ മോശമാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം മോശമായിട്ട് ചെയ്താൽ അത് എല്ലാത്തിനും മോശമായി ബാധിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കുക, അവർ എഴുതി തരുന്നത് മാത്രം വായിക്കാതിരിക്കുക. മുതലപ്പുഴയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാര്യം ഇപ്പോൾ കഴിഞ്ഞത് ഈസ്റ്ററാണ്. ഈ ഈസ്റ്ററിന് പല വീടുകളും പട്ടിണിയിലാണ്. കഞ്ഞി പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്ത വീടുകളുണ്ട്. അപ്പൊ അതൊന്നും ഇവർ കാണുന്നില്ല. 2 ചെമ്മീൻ കൃഷിക്കാർക്ക് പറ്റുന്നതാണ് പറഞ്ഞത്. ഇവിടെ എല്ലാ കുടുംബങ്ങളും പട്ടിണിയെന്ന് മാത്രമല്ല, ഇപ്പൊ ഓരോ മുതലാളിമാരും, വള്ളത്തിന്റെ ഓരോ മുതലാളിമാരും ഒരുപാട് കടബാധ്യതയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാര്യം 80,000 മുതൽ 1,00,000 രൂപ വരെ ഒരു മാസം പലിശ കൊടുക്കണം ബാങ്കിനും. അതുപോലെ തന്നെ കൊള്ളപ്പലിശയായിട്ട് പുറത്തു നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർണ്ണങ്ങൾ പണയം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അത് പോരാത്തോണ്ട് കടയിൽ നിന്ന് പോയി കുട്ടികൾക്ക് ഒരു പഴം പോലും വാങ്ങി കൊടുക്കാനുള്ള പൈസ ആരുടെയും കയ്യിലില്ല. പാല് വാങ്ങി കൊടുക്കാനുള്ള പൈസ ഇല്ല. ഇവിടെ കുഞ്ഞുങ്ങളുടെ നിലവിളിയാണ് ഇവിടെ കേൾക്കുന്നത്. ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റും? ഞങ്ങളൊരിക്കലും ഗവൺമെന്റിനെതിരെയോ ഒരു ഗവൺമെന്റിനെ അല്ലെങ്കിൽ മറ്റാരെയും താഴെ എടുക്കാനോ വെല്ലുവിളിക്കുമല്ല. ഞങ്ങൾ ഇതേ ആവശ്യപ്പെടുന്നുള്ളൂ. ഞങ്ങളുടെ പട്ടിണി മാറ്റുക, ഞങ്ങളുടെ തൊഴിലിനുള്ള സംവിധാനം ഒരുക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു മോശം പ്രവൃത്തിയും ഗവൺമെന്റിനോട് ചെയ്യാൻ താല്പര്യമില്ല. ഇവിടെ ശിവൻകുട്ടി സാറിന്റെ അടുത്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സാറേ, ഈ സമരം മുഖത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരാണ്. സാറിന് അറിയാലോ, CIT എന്ന് പറഞ്ഞ സംഘടനയോട് സമരം നടത്തിയില്ലേ? അവരെന്താ സാറിനോട് ആവശ്യപ്പെട്ടത്? രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അത് ഒരു പാർട്ടിക്കാരനല്ല പറയുന്നത്, മത്സ്യത്തൊഴിലാളികളാണ് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയാനുള്ളൂ. അന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തവരാ? ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ അന്ന് CIT-ന്റെ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ അവരൊക്കെ കലാപകാരികളാണെന്നാണ് സാർ പറയുന്നത്. അങ്ങനെയുള്ള മോശം പരാമർശങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പിൻവലിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രകോപിതരാക്കാതെ ഇതിന് കൃത്യമായ ഒരു പരിഹാരം കാണാനുള്ള ശ്രമമാണ് സാറിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതെന്നാണ് എനിക്ക് പറയാം. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒരു മൺവെട്ടി പോലും എത്തിയിട്ടില്ല. ഞങ്ങൾ ഈ പൊഴിമുറിക്കാൻ സമ്മതിക്കാറുന്ന കാര്യം എന്താണ്? പൊഴിമുറിക്കാൻ സമ്മതിക്കാറുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പ്രാവശ്യം ഞങ്ങളിത് ബന്ധപ്പെട്ട അധികാരികളുടെ പറഞ്ഞു. ഇവര് നാളെ ശരിയാക്കി തരാം, മറ്റന്നാൾ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ല, നടക്കുന്നില്ല. അപ്പൊ ആ വിശ്വാസം ഞങ്ങൾക്ക് പോയി. ഇവർ ഇന്നും വന്ന് പറയും നാളെ അത് ചെയ്യാന്ന് പറയും. പൊഴിമുറിക്കാൻ ഞങ്ങൾ അനുവദിച്ചു. ഇവർ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് വ്യക്തമാണ്. പിന്നെ അന്ന് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരത്തിന്, അതായത് പൊഴിമുറിക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ 4 ദിവസം തരെയാണ് ഞങ്ങൾ ഇത് പൊടിച്ചു. ഇത് ഞങ്ങൾ സമരം നടത്തിയിട്ട് 1.5 മാസമായില്ലേ? 1 മാസത്തിൽ കൂടുതലായില്ലേ? ഈ 1 മാസത്തിനിടയിൽ നിങ്ങൾക്ക് 4 ദിവസം എന്ന് പറഞ്ഞ ദിവസം ഇല്ലായിരുന്നു. അന്ന് ഈ പൊഴി മൂടിയിട്ടില്ല, ചാല് മാത്രം ഉണ്ടായിരുന്നു. ഈ ചാല് വന്ന സമയത്ത് അന്നേരം ഡ്രഡ്ജർ വന്നിട്ടുണ്ട്. ഈ ഡ്രഡ്ജർ ആ ചാലിൽ കയറ്റി എത്രയും പെട്ടെന്ന് അവിടുത്തെ മണല് മാറ്റിയാൽ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഒഴിവാകുമെന്ന് ഞങ്ങൾ പറഞ്ഞതാ. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞതാ. അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിന്റെ ഫലം, അവർ ചെയ്യാത്തതിന്റെ ഫലമാണ് അവിടെ കണ്ടത്. ലോകത്തൊരു ഹാർബറിലും ഇതേപോലൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ, ഈസ്റ്ററിന്റെ ഒന്ന് കണ്ടു കാണും. അവിടെ ഒരു ഉല്ലാസ കേന്ദ്രം പോലെയാണ്. 78 ജീവനുകൾ പൊലിഞ്ഞു പോയ സ്ഥലത്ത് ആൾക്കാർ ഉല്ലസിക്കുകയാണ് അവിടെ. നിങ്ങളത് മനസ്സിലാക്കുക. അതിന് ആരാ അവസരം ഉണ്ടാക്കിയേ? ആരാ സാഹചര്യം ഉണ്ടാക്കിയേ? എന്നിട്ട് നിങ്ങൾ ചെയ്ത തെറ്റിന് മത്സ്യത്തൊഴിലാളികളുടെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചിട്ട് കലാപകാരികളെന്നും ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങളല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല, ഞങ്ങൾ ഒരിക്കലും കലാകാരികൾ ആവുന്നില്ല. പിന്നെ വേറൊരു സംഭവം നിങ്ങൾ പറഞ്ഞു സാറേ, നിങ്ങൾ പറഞ്ഞ് കേസ് എടുത്തുള്ളതെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. നിങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ കേസ് എടുക്കും, അനുവദിച്ചില്ല കേസ്. സാറേ, സമരമുഖത്തുനിന്ന് ഒരുപാട് അവകാശങ്ങൾക്ക് വേണ്ടി നേടി ഒരുപാട് കേസുകൾ ഞങ്ങളുടെ പേരിലുണ്ട്. സാറെടുത്ത് ഒരു 50 കേസ് ഇവിടെ ഇടുമായിരിക്കും. ഇട്ടോ, ഞങ്ങൾ വരാൻ തയ്യാറാണെന്നേ. ഞങ്ങൾ ഒരിക്കലും ഒരുത്തന്നെ കൊല്ലുവാനോ കൊള്ള നടത്തിയിട്ടോ അല്ലല്ലോ നിങ്ങൾ കേസെടുക്കുന്നത്. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അത് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. അത് കേസെടുക്കും, നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുമെന്ന് പറയുന്നത് പല ചെമ്മീൻ കൃഷി നടത്തുന്ന മുതലാളിമാരെ എന്നെ വിളിച്ചു. എൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്. അവർ പറയണ കേസ് കൊടുക്കും, സമരസമിതി നേതാക്കന്മാർക്കെതിരെ കേസ് കൊടുക്കുമെന്നാ പറയുന്നത്. നിങ്ങൾ കൊടുത്തോളൂ സഹോദര. നിങ്ങൾ ആരെ പേടിപ്പിക്കുന്നത്? ഞങ്ങളാണോ പേടിപ്പിക്കുന്നത്? ചെമ്മീൻ കൃഷി നടത്തുന്ന വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ, വളരെ വിരലെണ്ണാവുന്ന. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്? അവിടെ ഒരുപാട് പേര് ചെമ്മീൻ കൃഷി നടത്തുന്നതാണ് പറയുന്നത്. ഈ ചെമ്മീൻ കൃഷി നടത്തുന്ന നിങ്ങളിപ്പോ വളർന്നു വരുന്ന സാധനമല്ലേ? നിങ്ങൾക്ക് ഇതിനെ എടുത്ത് സെയിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ, ഇപ്പൊ ചെയ്യാമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അപ്പൊ ഇതിന്റെ പ്രഷറിൽ
ഈ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഈ 25,000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളെ പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കില്ല, അനുവദിക്കില്ല. അത് ഒരു ചെമ്മീൻ കൃഷിക്കാരുടെ എത്ര പേരുണ്ട്? അവരൊരു ചെമ്മീൻ കൃഷി ചെയ്യുന്നവർ 4 പേര് 5 പേരുണ്ട്. ഞങ്ങളൊരു വള്ളത്തിലുള്ളവർ എത്ര പേരാ ഉള്ളത്? 40 പേര് 50 പേര്. ഞങ്ങൾ 40 പേര് ജോലി ചെയ്യുകയാണെങ്കിൽ ബേക്കിൽ പുറത്ത് നിന്നിട്ടുണ്ട് തൊഴിലാളികൾ വേറെ ഉണ്ട്. ചുമട്ട് തൊഴിലാളിയാണെങ്കിലും ഐസിൻ്റെതാണെങ്കിലും വണ്ടിയുടേതാണെങ്കിലും മികച്ചവടക്കാരാണെങ്കിലും മറ്റും എത്രയോ തൊഴിലാളികളുണ്ട്. അപ്പോൾ 50-ൽ പരം തൊഴിലാളികളുണ്ട് ഒരു വള്ളത്തിൽ. അപ്പോൾ ഈ ചെമ്മീൻ കൃഷിക്കാർ ഈ പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികളാണ് പേടിപ്പിക്കുന്നത്. ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ്. പൈസ എന്താ കൊടുക്കുന്നത്? ഞങ്ങൾ ഒരു ഡീസൽ എടുക്കുമ്പോൾ ഡീസലിന്റെ ഇനത്തിൽ 20,000 രൂപയുടെ ഡീസൽ ഒരു പ്രാവശ്യം വെള്ളം ഇറക്കുമ്പോൾ എടുക്കും. അതിൽ എത്ര രൂപ സർക്കാരിന് കിട്ടും? മണ്ണെണ്ണ എടുക്കുന്നുണ്ട്, പെട്രോൾ മേടിക്കുന്നുണ്ട്. ഞങ്ങൾ വാങ്ങുന്ന ഓരോ രൂപയ്ക്കും ഓരോ സാധനത്തിനും പിന്നെ അതിന്റെ പ്രതിഫലം കിട്ടുന്നത് സർക്കാരിനാണ്. അപ്പൊ സർക്കാർ ഞങ്ങളോട് സഹകരിക്കുക. ഞങ്ങളുടെ ഈ അവകാശമാണ്. ഞങ്ങൾ ഇവിടെ കിടന്ന് മരണപ്പെട്ട് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സർക്കാർ ഞങ്ങളെയും ഞങ്ങളെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ഈ നാട്ടുകാരെയും സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും സർക്കാർ അതിനുവേണ്ടി കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ പറയുന്ന ഈ ചെമ്മീൻ കൃഷി ഇവിടെ ഉണ്ടായിട്ട് കുറെ കാലമായില്ലേ? ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായതാണ് ഈ ചെമ്മീൻ കൃഷി. നേരത്തെ ഈ ചെമ്മീൻ കൃഷിയുടെ പേരിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു പിന്നെ ആരും ചർച്ച എവിടെയും ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് എല്ലാ മേഖലയും സ്തംഭിച്ചല്ലോ. കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും സ്തംഭിച്ചു. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നവർ വന്നപ്പോഴും തിരിച്ചു പോകാൻ പറ്റുന്നവരുടെ ഒരു സാമ്പത്തികമുണ്ട്. അവരുടെ റീപാക്കേജിങ് നടന്നു. ഈ വിദേശികള പ്രവാസികൾക്ക് ഒരു റീപാക്കേജിങ് നടന്ന സമയത്താണ് മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷിയുടെ ഫാമുകൾ ആരംഭിച്ചതിന്. അപ്പോൾ അന്ന് സ്വാധീനമുള്ളവനും ക്യാഷ് ഉള്ളവനും അവിടെ നിന്ന് വന്നവരേ ഉള്ളൂ. പ്രവാസികൾക്ക് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കോടിക്കണക്കിന് രൂപ എന്ന് പറയുന്നത് 60% ഇൻവെസ്റ്റ് ചെയ്യാതെ ബാക്കി 40% സബ്സിഡിയാണ്. അവർ അങ്ങനെ വിരള ഏകദേശം 5-ൽ 2 പേരുണ്ടോ. ഈ അടൂർ ഭാഗത്ത് 3-4-5 പേരുണ്ട്. അങ്ങനെ 10ഓളം ആൾക്കാരുള്ളൂ. ബാക്കി സാധാരണ മത്സ്യകൃഷി ചെയ്യുന്നത് കരിമീൻ മറ്റുള്ള വളർത്ത് മത്സ്യകൃഷി ചെയ്യുന്നത് 4-5 പേര് മാത്രമേ ചെമ്മീൻ വലിയ ഫാമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആരോപണമാണ് ചെയ്യുന്നത്. ഈ സമരം നീതിയുക്തമാണെന്നുള്ളത് വളരെ വ്യക്തം. ആരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കയറ്റാനുള്ള സമരമല്ല ഇവിടെ ചെയ്യുന്നതിൽ. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഇതിനകത്തുണ്ട്. ആരും മാറി നിൽക്കുന്നില്ല. ഈ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും നിരോധിക്കപ്പെടാതെ എന്നുള്ളത് നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് അവരാ. അങ്ങനെ നിരോധിക്കപ്പെടുന്ന അവർ തന്നെ കർശനമായിട്ട് അവരെ നിരോധിക്കണം. അവർ ലൈവായിട്ടുള്ളപ്പോൾ ഈ സമരത്തിന്റെ ഐക്യദാർഢ്യം പ്രവർത്തിച്ചത് ആരെന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ടും ഈ ഭരണ നമുക്കറിയാം ഈ സമരത്തെ ഈ കേവലം മത്സ്യമേഖലയിലെ സമരമായിട്ട് ചുരുക്കി കാണുന്നു. അതായത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവർ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഇത് മുലപ്പഴി മുറിച്ചു കൊടുക്കുമ്പോൾ 2 ഭാഗത്തുള്ളവരും നോക്കണം. ഇവിടെ ഒരു 2 ദിവസത്തെ മഴ വരുമ്പോൾ വെള്ളം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യണ്ടേ? അതിനും ചെയ്യേണ്ടത് തൊഴിലാളികളല്ലല്ലോ, ചെയ്യേണ്ടത് ബന്ധപ്പെട്ട എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ മോശമായിട്ട് പരാമർശിക്കുന്നത് ഇവിടെ ഹാർബർ എഞ്ചിനീയർ വകുപ്പിനെയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് സമരങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോഴും കാര്യം നടന്നിട്ടില്ല. ഇവർ കൃത്യമായിട്ട് എല്ലാ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം മണൽ കയറും. അത് സ്വാഭാവികമാണ്. കഴിഞ്ഞ 5-6 വർഷം കൂടി കയറാത്തതിന്റെ ഒരു പ്രധാന കാര്യം അദാനിയുടെ ഒരു ബാർജ് കയറാനതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥിരം ഡ്രഡ്ജിങ് സ്വഭാവം നടന്നിട്ടുണ്ട്. അദാനി ഇവിടെ കഴിഞ്ഞു പോയപ്പോൾ ആ ഡ്രഡ്ജിങ് മതിയാക്കി. അതിനുശേഷം ഈ മണ്ണിൽ കയറിക്കുന്ന മണലിൽ ആരും ഇറക്കി വിട്ടിട്ടില്ല. ആ മണ്ണ് അവിടെ അങ്ങനെ കിടക്കുകയാണ്. ആ മണ്ണിൽ ഒരു തുള്ളിങ്ങനെ കൂടി വരുമ്പോൾ ഇത്രയാവും. അങ്ങനെ 2 വർഷക്കാലത്തെ കൂടുതലാണിത്. അല്ല പ്രത്യേകിച്ച് ഒരു പെട്ടെന്നുള്ള ഒരു പ്രതിഭാസമൊന്നും അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാർച്ച് കാലത്തിൽ മണൽ കയറും. ഇവിടെ പൊഴി മൂടിയിട്ടുണ്ട്. 10-25 വർഷം മുമ്പേ എല്ലാ വെക്കേഷൻ സമയത്തും വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് വെക്കേഷൻ സമയത്ത് കുളിക്കാറുള്ള മുതലപ്പോഴാണ്. അപ്പോൾ ആരും ഒരു പെട്ടെന്നുണ്ടായ പ്രതിഭാസമൊന്നുമില്ല. പ്രധാനമായിട്ടും മന്ത്രിമാരൊക്കെ പറയുന്നത് ഇതൊരു പ്രകൃതിദത്ത പ്രശ്നങ്ങളായിട്ടാണ് വരുന്നതെന്നാണല്ലോ. മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രകൃതിദത്തമായിട്ടുള്ളതാണെന്നാണ്. അങ്ങനെയാണോ ശരിക്കും? അപ്പോ ഈ ഹാർബർ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ മാത്രമാണ് പ്രകൃതിദത്തമായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായത്. എന്ത് മണ്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അദാനിയുടെ ബാർജ് കടന്നു വരുവാനായിട്ട് ഒരു സ്ഥിര സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ട്രെജർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ആ സംവിധാനം വെച്ചിട്ട് അവരുടെ ഭാഗത്ത്, അതായത് തെക്ക് വശത്ത് കൂടിയാണ് ഇവരുടെ ബാർജ് കടന്നു വന്നുകൊണ്ടിരുന്നത്. ആ തെക്ക് വശത്ത് മണൽ കൃത്യമായി മാറ്റിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഈ മണൽ എവിടെയാണ് വീണത്? ആദ്യം തെക്ക് വശത്തല്ലേ വീണത്. അത് എന്തുകൊണ്ടാ? ആ തെക്ക് വശത്തുള്ള ഡ്രഡ്ജിങ് നടത്താത്തത് കൊണ്ടല്ലേ. തെക്ക് വശത്തുള്ള ഡ്രഡ്ജിങ് നടത്താത്തതുകൊണ്ടല്ലേ. എന്നിട്ട് പറയുന്നത് പ്രകൃതിദത്തം. എന്നിട്ട് മന്ത്രി ഇടയ്ക്ക് വേറൊരു കാര്യം പറയായിരുന്നു. 12-ാം തീയതി പെട്ടെന്ന് വന്ന് ആരോ കൊണ്ട് കുട്ടയി ചുമന്നിട്ടെന്നാ പറയുന്നത് അവിടെ മണല്. മനസ്സിലായി? കുഴപ്പമില്ലെന്നേ, ഞങ്ങൾക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 12-ാം തീയതി പെട്ടെന്ന് കൊണ്ട് ചുമന്നൊന്നും ആരും ഇട്ടതല്ല. അത് ചെയ്യേണ്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് വന്ന് സംഭവിച്ചതാണെന്ന് ആ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട അധികാരികളും
ബന്ധപ്പെട്ട മന്ത്രി ഏറ്റെടുക്കണം. അത് ചെയ്യാതെ നിങ്ങൾ പറയുന്നു അവിടെ ആരോ കുട്ടയ്ക്ക് മണലുകൊണ്ടിരുന്നു. ഇത് എന്ത് മണ്ടത്തരങ്ങളാണ് സാർ പറഞ്ഞത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സാറേ. അത് ഉദ്യോഗസ്ഥ പിഴവാണെന്ന് ഞാൻ പറയുന്നല്ലോ. സാറിന്റെ അടുത്ത് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ അവിടെ ഇരുന്ന് ഇവര് എഴുതി തരുന്ന വെള്ളപ്പേപ്പർ എഴുതി തരുന്നത് മാത്രം വായിക്കരുത്. നേരിട്ട് വന്ന് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾ കലാപകാരികളെന്നും അതേപോലെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയണം. സാറ് LDFന്റെ നല്ല പ്രവർത്തകരാണ് സാറേ ഈ സമരമൊക്കെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചവരാണ് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ സാറ് പറയുന്നത് ഞങ്ങളെയൊക്കെ കലാകാരികളെന്നാണ് പറയുന്നത്. നാളെ ഇലക്ഷൻ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അതാണല്ലോ ഞങ്ങളുടെ കുഴപ്പം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ രാഷ്ട്രീയക്കാരായിട്ട് കാണാതെ മത്സ്യത്തൊഴിലാളികളായിട്ട് കാണുവാൻ ശ്രമിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.